നമ്മുടെ ഹോസ്പിറ്റലിലെ ലിനൻ മാനേജ്മെന്റ് എങ്ങനെയാണ് നടക്കുന്നത്? ഗ്രേപ്സിലെ ലിനൻ മാനേജ്മെന്റ് എത്ര പേര് യൂസ് ചെയ്യുന്നുണ്ട്? വളരെ കൃത്യമായിട്ട് അവിടെ നമ്മുടെ അൺക്ലീൻഡ് ആയിട്ടുള്ള ലോണ്ടറിയിലേക്ക് പോകാനുള്ള ലിനനുകളെ സെഗ്രിഗേറ്റ് ചെയ്യുന്നതിനും അതിനെ കീപ്പ് ചെയ്യുന്നതിനുമുള്ള ഗൈഡ് ലൈൻസ് ഉണ്ട്. അത് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ക്ലീൻ ചെയ്യപ്പെട്ട ലിനൻ്റെ ഡിസ്ട്രിബ്യൂഷൻ, പ്ലാനിങ് എല്ലാം തന്നെ അവിടെ മാനേജ് ചെയ്യാൻ കഴിയും. നമ്മളിവിടെ ഈ ഒരു കമ്മിറ്റ്മെന്റ് ഒബ്ജക്റ്റീവ് എലമെന്റ് 4E IPC 4E കാണുന്നത് the organization adhere to laundry and linen management process. അതിന് കൃത്യമായ ഡോക്യുമെന്റഡ് പ്ലാൻ നമുക്കുണ്ടാകണം. ആക്ച്വലി ഇത് സോഫ്റ്റ്വെയറിലെ ഗൈഡ് ലൈൻസ് വളരെ കൃത്യമായി ഡോക്യുമെന്റഡ് ആയിട്ട് തന്നെ വെക്കുന്നതിന് നിങ്ങളെ സഹായിക്കുന്നതാണ്. ഇത്രയേ ഉള്ളൂ. നമ്മളുടെ ഒരു ലോണ്ടറിയിൽ ചില ഹോസ്പിറ്റലിനെ കണ്ടാൽ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. കാരണം ഹൈ ഇൻഫെക്ഷൻസ് പോസിബിലിറ്റി ഉള്ള ഏരിയയിൽ ഉപയോഗിക്കുന്ന ലിനൻ പ്രത്യേക കളർ കോഡഡ് ആയിരിക്കും, കളേർഡ് ആയിരിക്കും. നോർമൽ മറ്റ് വാർഡുകളിലും ഒക്കെ ഉപയോഗിക്കുന്നത് സെപ്പറേറ്റ് കളറായിരിക്കും. സോ അത് ഡേർട്ടി ലിനൻ എടുത്തുകൊണ്ട് വരുമ്പോൾ ലോണ്ടറിയിലേക്ക് പോകുമ്പോൾ കൃത്യമായും മനസ്സിലാക്കുന്നതിന് ആ കളർ കോഡിങ് ഉപകരിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതായത് ഇപ്പം ഓപ്പറേഷൻ തിയേറ്ററുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഹൈലി ഇൻഫെക്ഷൻസ് ഉണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലത്ത് ഉപയോഗിക്കുന്ന ലിനൻ്റെ കളർ സെപ്പറേറ്റ് ആയിരിക്കും. അതേപോലെ തന്നെ വളരെ ജനറൽ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ നടക്കുന്ന സ്ഥലങ്ങളിൽ ഇൻഫെക്ഷൻസ് പോസിബിലിറ്റി വളരെ കുറവുള്ള ഒരു മൈക്രോ ഓർഗാനിസംസ് ഡെവലപ്പ് ചെയ്യുന്നതിനുള്ള സാധ്യതകൾ കുറവുള്ള സ്ഥലത്ത് ഉപയോഗിക്കുന്ന ലിനൻ്റെ കളർ. സോ അതൊക്കെ ഇന്റേണലി നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന പ്രോസസ് ഫ്ലോസ് ആണ്. അത്തരത്തിൽ നമുക്ക് കൃത്യമായ ഡോക്യുമെന്റഡ് പ്രോസസ് ഫ്ലോ ഉണ്ടാവണം. നമ്മുടെ ലോണ്ടറി എങ്ങനെ മാനേജ് ചെയ്യേണ്ടത്, നമ്മുടെ ഇൻഹൗസ് ലോണ്ടറി ആണെങ്കിൽ നമുക്ക് കുറച്ചധികം കൃത്യമായിട്ട് അത് മോണിറ്റർ ചെയ്യുന്നതിനും പ്ലാൻ ചെയ്യുന്നതിനും പറ്റും. പക്ഷേ ഔട്ട്സോഴ്സ്ഡ് ആണെങ്കിലും നമ്മൾ ഉറപ്പ് വരുത്തണം ഇൻഫെക്ഷൻ പ്രിവെൻഷൻ കൺട്രോൾ മെക്കാനിസംസ് ആവശ്യത്തിന് അവിടെ ഉണ്ട് എന്നത്. സോ അത്തരത്തിൽ ഉറപ്പ് വരുത്തിയിട്ടായിരിക്കണം ഔട്ട്സോഴ്സ്ഡ് ഓർഗനൈസേഷൻസിലേക്ക് നമ്മുടെ ലോണ്ടറി മാനേജ് ചെയ്യാനായിട്ട് കൊടുക്കേണ്ടത്. നമുക്ക് പേഷ്യൻസിൻ്റെ കെയർ യൂണിറ്റ് മുതൽ അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ, ഇൻസൈഡ് ദ ലോണ്ടറിയിൽ അതിനെ സെഗ്രിഗേറ്റ് ചെയ്ത് ഹാൻഡിൽ ചെയ്യേണ്ടത്, ക്ലീൻ ചെയ്ത ലോണ്ടറി കൃത്യമായിട്ട് സെഗ്രിഗേറ്റഡ് ആയിട്ട് മാനേജ് ചെയ്യേണ്ടത് എല്ലാം ഡോക്യുമെന്റഡ് ആയിരിക്കണം നമ്മുടെ ഹോസ്പിറ്റലിൽ. ഇൻഫെക്ഷൻ പ്രിവെൻഷൻ കൺട്രോൾ 4ാമത്തെ സ്റ്റാൻഡേർഡ്, 4th സ്റ്റാൻഡേർഡ്, 5ാമത്തെ ഒബ്ജക്റ്റീവ് എലമെന്റ് ഓർഗനൈസേഷൻ നിർബന്ധമായിട്ടും ലോണ്ടറിയും ലിനനും മാനേജ് ചെയ്യുന്ന പ്രോസസ് ഫോളോ ചെയ്തിരിക്കണം എന്നതാണ്.